മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാസത്തിന്റെ അവസാന ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈ മാസത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള സർവ്വ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. പുതിയ മാസത്തിന് വേണ്ട കൃപകൾ ഇന്നേ നമുക്ക് യാചിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന് 48 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ ഫരിസേയരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഈശോ പിതാവായ ദൈവത്തിന്റെ ഇടപെടലിനെക്കുറിച്ചും പിതാവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും പിതാവാണ് തന്നെ അയച്ചത് എന്നും തന്നെ മഹത്വപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഫരിസേയര് കർത്താവിനെ ചോദ്യം ചെയ്യുകയാണ്. 56, 57, 58 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ എന്നെ കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഈശോനാഥൻ ഫരിസേയരോട് പറയുകയാണ്, എന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ അബ്രാഹം ആനന്ദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഫരിസേയർ പറയാ, നിനക്ക് ഇനി 50 വയസ്സായിട്ടില്ല, എന്നിട്ടും അബ്രാഹം നിന്നെ കണ്ടുവെന്നോ? പ്രിയപ്പെട്ടവരെ, മാനുഷിക ചിന്തകൾക്ക് പരിധികളുണ്ട്. മനുഷ്യന് പരിധിയുണ്ട്. മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുന്നത് എത്രമാത്രമെന്നും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് എത്രമാത്രമെന്നും ഉള്ള ഒരു പരിധിയാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. മനുഷ്യന് ചിന്തിക്കാനായിട്ട്, അബ്രാഹത്തോളം ചിന്തിക്കാനായിട്ട്, അബ്രാഹത്തിന്റെയും അപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ല. മനുഷ്യന് സാധിക്കുന്ന അബ്രാഹം വരെ ചിന്തിക്കാനാണ്. അബ്രാഹത്തോളം എത്താൻ പോലും അവന് സാധിക്കുന്നുണ്ടോ എന്നും സംശയമാണ്. അതുകൊണ്ടാണ് നിനക്കിനി 50 വയസ്സായിട്ടില്ല, അത്രത്തോളമേ മനുഷ്യന്റെ ചിന്ത കടന്നു പോകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ചിന്തകൾക്ക് പരിധിയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രവൃത്തികൾക്കും പരിധികളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്രവർത്തികൾക്കോ ദൈവത്തിന്റെ ചിന്തകൾക്കോ പരിധികളില്ല. ദൈവത്തിന് പരിധികളും അതിരുകളുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പരിധികളില്ല. ദൈവത്തിന്റെ സ്നേഹത്തിനും കരുതലിനും പരിധികളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈശോനാഥൻ ഫരിസേയരോട് പറയുകയാണ്, അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തില് 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ എന്ന്. ഞാൻ തന്നെ, ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് ഇസ്രായേലിനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ, ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഞാനാണ് നിങ്ങളുടെ കൂടെയുള്ള ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അബ്രാഹത്തിന് മുമ്പേ ഉണ്ട് എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെ നടന്ന് അവരെ പരിപാലിച്ച് സംരക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ നടക്കുന്നവനാണ് എന്നുള്ളതാണ് ഈ വചനത്തിന്റെ അർത്ഥം. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നവനാ. ദൈവം നമ്മുടെ അധ്വാനങ്ങളിൽ നമ്മുടെ കൂടെ നടക്കുന്നവനാ. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ കൂടെ നടക്കുന്നവനാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈശോ ഇന്നും നമ്മുടെ കൂടെയുള്ളവനാ. ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫരിസേയർ അവനെ എറിയാനായിട്ട് കല്ലെടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ സാധിക്കാതെ ആയപ്പോൾ, അത് സ്വീകരിക്കാൻ സാധിക്കാതായപ്പോൾ കർത്താവിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഓടിക്കുകയാണ്. അതിനുവേണ്ടി അവർ കല്ലെടുക്കുക. ദൈവത്തിന്റെ വചനങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിക്കാത്തവരെല്ലാം കർത്താവിനെ എറിയാനായിട്ട് കല്ലെടുക്കുന്നവരാണ്.
നമുക്കൊക്കെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ എറിയാനായിട്ട് ഓടിക്കാനായിട്ട് കല്ലെടുക്കുന്നവരാണ് എന്ന്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും? ഈശോയ്ക്ക് ഇവരുടെ ഇടയിൽ അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ഇന്നതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ദൈവം, കൂടെ നിൽക്കുന്ന ദൈവം, പരിധികളില്ലാതെ നമ്മെ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാനാണ് നമുക്ക് സാധിക്കണം. ദൈവവചനത്തിനെതിരെ പ്രവർത്തിച്ചാല് നമ്മൾ ഓർക്കണം, നമ്മൾ കർത്താവിനെ കല്ലെറിഞ്ഞോടിക്കുന്നവരായിട്ട് മാറുകയാണ്. ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാം. അപ്പോൾ അവൻ നമ്മുടെ കൂടെയുണ്ടാകും. പരിധികളില്ലാതെ അവൻ നമ്മളെ സ്നേഹിക്കും, നമ്മളെ അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും അധ്വാനങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ഒരു മാസം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ സർവ്വ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങ് ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.